അയ്യനേ അയ്യപ്പനേ. നമസ്തേ, ഞാൻ സുനിൽ നന്നായി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ നല്ല ദിനത്തിൽ, അതായത് അയ്യപ്പസ്വാമിയുടെ ദിനമാണ് മകരം 1-ാം തീയതി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഘോഷിക്കുന്ന പൊങ്കലാണിന്ന്. ഇത് രണ്ടും ചേർന്ന ഈ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അയ്യപ്പസ്വാമിയോട് എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഭരതനാട്യ വർണ്ണമാണ്. അയ്യപ്പസ്വാമിയാണ് അതിലെ കഥാതീതം. സ്വാമിയെക്കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് വർണ്ണരൂപത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വർണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഭരതനാട്യ കച്ചേരിയിലെ ഒരു സെൻറ്റർ പാർട്ടാണ്. അതായത് കച്ചേരി സമ്പ്രദായം, കച്ചേരി സമ്പ്രദായം ചിട്ടപ്പെടുത്തിയെന്നൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ തഞ്ചാവൂർ സഹോദരന്മാരാണ്. അതിനൊരു ചിട്ടയുണ്ട്. അലാരിപ്പ്, ജതിസ്വരം, ശബ്ദം, വർണ്ണം, പദം, തില്ലാന. ഇതാണ് ഒരു കച്ചേരി സമ്പ്രദായം. പക്ഷേ ഇപ്പോൾ മറ്റു പല കാര്യങ്ങളും കുറച്ച് ഈ അടുത്ത കാലഘട്ടത്ത് കീർത്തനം, ശ്ലോകം, അങ്ങനെയുള്ള ചില ഇനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കച്ചേരി ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അലാരിപ്പ്, ജതിസ്വരം, ശബ്ദം, വർണ്ണം, പദം, തില്ലാന. ഇതാണ്. ഇതിലെ വർണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ് വർണ്ണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മലയാളത്തിൽ വർണ്ണം, ദാറ്റ് മീൻസ് കളേഴ്സ്. പല പല കളർ, ഒരു പർട്ടിക്കുലർ കളർ മാത്രമല്ല, കളേഴ്സാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മഴവില്ലിൻ്റെ പോലെ ഭംഗി. ഒരു വർണ്ണത്തിൽ എല്ലാം അടങ്ങിയതാണ്. അംഗശുദ്ധി, ഒരു നർത്തകിയുടെ അല്ലെങ്കിൽ നർത്തകൻ്റെ നൃത്തപാഠവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു വർണ്ണം. കാരണം അതിൽ അഭിനയമുണ്ട്, ജതികളുണ്ട്, സ്വരങ്ങൾക്കനുസരിച്ച് ചെയ്യണം, തട്ടിമുട്ടുകൾ, പഞ്ചനടകൾ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വർണ്ണം ചെയ്യാൻ. ആ വർണ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈ നർത്തകി അല്ലെങ്കിൽ നർത്തകൻ പ്രാക്ടീസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വർണ്ണമല്ല ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്, ഒരു ചെറിയൊരു വർണ്ണമാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വർണ്ണം തോടി രാഗത്തിലാണ് ചിട്ടപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ ചരിത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദിതാളമാണ്. ജതിക്ക് വളരെ പ്രാധാന്യങ്ങളില്ല, എന്നാലുണ്ട്. പക്ഷേ അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇന്ന് ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. അടുത്ത ക്ലാസ് മുതൽ ഞാൻ മൈക്ക് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇന്ന് എൻ്റെ മൈക്ക് ചെറിയൊരു ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വർണ്ണത്തിൻ്റെ ആദ്യ ഭാഗം അറിയാലോ, നമ്മുടെ ജതിയാണ് തുടങ്ങുക. അപ്പോൾ സമത്തുനിന്ന് ചവിട്ടി കയറി വന്ന് ജതി തുടങ്ങുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അയ്യനേ അയ്യപ്പനേ. വർണ്ണത്തിൻ്റെ ആദ്യ ജതിയാണ് നമ്മളിപ്പോൾ തുടങ്ങിയേക്കുന്നത്. അത് വർണ്ണം തുടങ്ങുന്നത് തന്നെ മുഴുമടത്തിലിരുന്നിട്ട്. മുഴുമടലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
കാല് ഫുള്ള് വിടർന്നിട്ടുണ്ടോ ഓപ്പൺ ആക്കിയിട്ട് ഈ ബോഡിയെ എപ്പോൾ ഇരിക്കുമ്പോൾ ഈ ഒരു ബെൻഡിങ് വരെയുടെ നിവർത്തിക്കണം. ആ എണീറ്റ് വരുന്നത് ശ്രദ്ധിക്കുക. കൈ ഹംസാസ്യം പിടിച്ച് നേരെ വന്നു ഈ പോസ്റ്ററിലായിട്ട് തുടങ്ങേണ്ടത്. അതിനുശേഷം അടുത്ത സോങ് 1 2. ആ 1 2 കഴിഞ്ഞിട്ട് ദെൻ മധ്യതടവ് അല്ലെങ്കിൽ പരവലടവിന്റെ കാല് കഴിഞ്ഞ് അയ്യപ്പ സ്വാമിയുടെ ഒരു പോസ്. ഇതെന്താണ്? പുലിയാണ് കാണിക്കുന്നത്. പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കാണിക്കും. ആ പോസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിനാണ് ഈ ധളകം കൊടുക്കുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്ന ജതിയുടെ ഒരു സ്പീഡ് പ്രിപ്പറേഷനാണ്. നമ്മളിപ്പോൾ ഓടാൻ നിൽക്കുന്നു, എന്താ പറയുക, 1 2 3 സ്റ്റാർട്ട് എന്നല്ലേ. അതെന്താ ഈ 1 2 3 പറയുന്നത്? ആ ഓടാനുള്ള അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ജതി. നമ്മൾ എങ്ങനെയാണോ ജതി എടുക്കാൻ പോണേ അതിൻ്റെ ഒരു താളം മനസ്സിൽ കൗണ്ട് ചെയ്യുന്നതാണ് ഈ ധളം. ഈ ധളം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങണ ഏതടവിലാണ്? നാട്ടടവെട്ടാണ്. അത് ശ്രദ്ധിക്കണം. എപ്പോഴും അടവെടുക്കുമ്പോൾ കാല് വിടർത്തുകയും നെഞ്ചിന് നേരെ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് ഹസ്തം പിടിക്കുമ്പോഴും, ഹസ്തം മീൻസ് മുദ്രകൾ, 8 അങ്കുലം നമ്മളുടെ നെഞ്ചിൽ നിന്നും 8 അങ്കുലം അകത്തിയേ മുദ്ര പിടിക്കാൻ പാടുള്ളൂ. അതായത് അത്ര ക്ലോസ് അല്ല. എന്താണ് അങ്കുലം എന്ന് പറഞ്ഞാൽ? ഇത് അല്ലേ, വരില്ല. 8 അങ്കുലം എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 2 3 4. ഇതാണ് 8. ഇതൊരു പഴയ കാലത്തെ കാർപ്പൻറ്റേഴ്സിൻ്റെയൊക്കെ മെഷർമെൻ്റ് ആണ്. ഇപ്പോഴാണ് സെൻറ്റിമീറ്ററും മീറ്ററൊക്കെ വന്നത്. പണ്ട് ഈ അടി ചാൺ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് പറയും ഈ അങ്കുലം, 8 അങ്കുലം. ഇത് ശ്രദ്ധിക്കണം. ഈ 8 അങ്കുലം അകത്തി വേണം എന്ത് മുദ്രയും നമ്മൾ പിടിക്കാൻ, നെഞ്ചിന് നേരെ. ഓക്കെ. അതിനുശേഷം നാട്ടടവെട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കയ്യിൽ പൂക്കൾ എടുത്തിട്ട് മുകളിലോട്ട് എറിയുന്ന ആ ഒരു ഫീലാണ് നാട്ടടവ് 7-നും നാട്ടടവ് 8-നും വരുന്നത്. എങ്ങനെ? ഇപ്പോൾ നാട്ടടവ് 7 എല്ലാവരും ചെയ്യുമ്പോൾ അറിയാം, നിങ്ങളെല്ലാവരും പഠിച്ചു വരാമല്ലോ. പലരും അത് പല രീതി ചെയ്യും. പക്ഷേ ശരിയായ രീതി ഈ വിടർത്തൽ വരണം. ഒരു ഹാഫ് സർക്കിൾ നമ്മുടെ ബോഡിയെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം കൈകൾ വെച്ചിട്ട്. അതായത് ഇങ്ങനെ പോകരുത് എന്നർത്ഥം. ഒരിക്കലും ഈ കയ്യനെ ഇവിടെ വന്നിട്ട് വിടർത്തപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ഭംഗി. കയ്യിൽ പൂവുണ്ട് നോക്കാം, കണ്ടാക്കാം. അതുപോലെ നമ്മുടെ ലുക്കും കൂടി പോകണം. ഒരിക്കലും അടവ് ചെയ്യുമ്പോൾ കണ്ണ് വേറെ സ്ഥലത്തും കൈ വേറെ സ്ഥലത്തും ആവരുത്. കാരണം ഈ കണ്ണിൻ്റെ ആ പോക്കും കൂടിയാണ് അടവിൻ്റെ ഭംഗി നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നാട്ടടവ് 8-ആണ്. നാട്ടടവ് 8 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കർമ്മണ്ഡത്തിൽ ഇരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യ് 8 അങ്കുലം അകത്തി പിടിച്ച് കടകാമുഖം പിടിച്ച് കയ്യിൽ പൂക്കൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് അത് മുകളിലേക്ക് എറിയണം പോലെ. ഹൈ കണ്ടോ? വിടർത്തി ഈ 2 കൈയും ഒരു ലൈനിലാണോ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് പോകാനോ പാടില്ല. അതിനുശേഷം ഇത് കറക്കിക്കൊണ്ടിരുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒരിക്കലും ഇച്ചിയും വല്ലാണ്ട് പൊക്കി പിടിച്ച് നോക്കരുത്. അത് തെറ്റാണ്. കാരണം നമ്മുടെ ഫേസ് ഓഡിയൻസിന് അവകാശപ്പെടാം. നമുക്ക് കൃഷ്ണമണി മാത്രം പോയാൽ മതി. കണ്ടോ? അതേ വരാവൂ, അല്ലാണ്ട് വരരുത്. അത് കഴിഞ്ഞാൽ മുഴുവടി അതാണ് നമ്മൾ 1-ാം കാലത്തിൽ എടുക്കുന്ന അടവ്. ഫസ്റ്റ് ജതിക്ക് എടുക്കുന്ന അടവ് അതാണ്. അതിൽ 2 സൈഡും എടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കോർവയുടെ എടുക്കുമല്ലോ. 1-ാമത്തെ കോർവയുടെ എടുക്കും. അതിൻ്റെ കൈ ഇവിടെ കൊണ്ട് 8 അങ്കുലം തന്നെ വെച്ച് ഈ കോർവയുടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ കൈ പിടിക്കാം. കാരണം ഈ കൈനത് ഇങ്ങനെ വേണം വരാൻ. അപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ ഷോൾഡർ പോകുന്നത് കണ്ടോ? അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത്. ഇവിടെ നമ്മൾ കോർവയുടെ വല്ല എടുക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതാണ് വരുന്നത്. 2 തട്ട് ആദ്യം കണ്ടോ? 2. അപ്പൊ കാല് നോക്കിക്കോളൂ. ഇങ്ങനെ വരും. നുത്ത മുഴുമന്തി, ദെൻ ധിമ്മി, കണ്ടോ? അതിനുശേഷം ഇവിടുന്ന് താത്തയുടെ മർദ്ദയുടെ. അപ്പൊ ബോഡി തിരിഞ്ഞ് നോക്കണോ? ആംഗിൾ മാറി. ഇവിടുന്ന് ഇതാണ് വരുന്നത്. സെയിം തന്നെ നമ്മൾ ലെഫ്റ്റും ചെയ്യും.
ഓക്കെ. അപ്പൊ തക് ധേ ഒന്നുകൂടെ എടുക്കാം. തക് ധേ നുത്ത ധം നി താ ഹത്ത ഗം. ഇത് രണ്ട് റൈറ്റും ലെഫ്റ്റും കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എടുക്കുന്നത് മർദ്ദിതടവ് 4 എങ്ങനെയാണ് എടുക്കുക? താത്തയില കുറച്ചിട്ടില്ല, എല്ലാവർക്കും അറിയണം. അതിൻ്റെ പോലെയാണ് കൈ, പക്ഷെ ഫുള്ളാക്കില്ല. നോക്കൂ, ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കുതിത്ത് മറ്റടം 4 കഴിഞ്ഞിട്ട് ശിഖരം പിടിക്കണം. ഒന്നാം കാലവും രണ്ടാം കാലവും ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി തേർഡ് സ്പീഡാണ് എടുക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇത്രയും പെർഫെക്റ്റ് ആണ്. കുറേശ്ശെ പഠിച്ചു പോയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ വോയിസിൻ്റെ കാര്യം ഞാനത് നാളേക്ക് അടുത്ത ക്ലാസ്സിന്, ഇനിയുള്ള ക്ലാസ് എപ്പോഴാണ് എന്നുള്ള കാര്യം ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് വന്ന് ചോദിക്കാം. ഇനി അതുമല്ലേ, എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മറക്കാം. നമുക്ക് അതിഗംഭീരമായിട്ട് വരാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ കുട്ടികളോടും ഇത് വേണമെന്ന് തോന്നുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവരെല്ലാവരെയും പഠിക്കട്ടെ. അയ്യപ്പൻ്റെ വർണ്ണം എല്ലാവരും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഒരുപാട് നന്ദി. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചെടുത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ജതി തന്നിട്ട് ഈ ജതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജതിയും കിട്ടും, സോങ്ങൊക്കെ കിട്ടും. നന്ദി, നമസ്കാരം.